എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ രാത്രി തന്നെ എത്തി. ആ, ക്ഷേത്രത്തിലെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? കഴിഞ്ഞു കഴിഞ്ഞു. മോളെ നന്ദിനി, കൺഗ്രാറ്റ്സ്. അച്ഛാ, അങ്ങനെ വെറും ഒരു കൺഗ്രാറ്റ്സ് ഒതുക്കാൻ പാടില്ല. ഇയാള് മഹാസംഭവല്ലേ? ആ ദേ അതാ തിരുതാളി. അച്ഛാ, ഒരു മത്സരത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാ ഇയാളുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ. ഓ ആ, പിന്നെ വൈഷ്ണവ ദേവി എത്തുള്ള ഡാൻസ് ഉണ്ടല്ലോ. യോ, എന്തായിരുന്നു ആളുകളുടെ കയ്യടി, എന്തായിരുന്നു ആളുകളുടെ അഭിപ്രായം? അച്ഛാ, സത്യത്തില് ഇയാൾ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളേ അല്ല. അതിപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. ഈ യാത്ര കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണം ഉണ്ടായി. അല്ല, എവിടെ ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ? അല്ല, ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ എല്ലാവരും ഒന്നിച്ച് കാണുന്നതാണല്ലോ അതിന്റെ ഒരു സുഖം. ആ നന്ദിനി, താൻ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എന്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് കാണണ്ടേ? ആ അളിയാ, രണ്ടുപേരും ഇന്നലെ ചടങ്ങ് കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങ് പോന്നു അല്ലേ? ഞങ്ങള് പിന്നെ അവിടെ നിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അയ്യോ, നിക്കാൻ പാടില്ല. തോറ്റു തുന്നം പാടിയ ആൾക്കാര് അവിടെ പിന്നെ കടിച്ചു തൂങ്ങി നിക്കുന്നതിൽ എന്താ അർത്ഥം ഉള്ളത്? അല്ല, ഈ പോരുന്ന വഴിയിലെ തലയിൽ മുണ്ടിടുകയോ അങ്ങനെ എന്തെങ്കിലും ആചാരം ഉണ്ടായിരുന്നോ? അല്ല, ഈ തോറ്റാൽ അതൊക്കെ ഒരു ശീലമാണല്ലോ. സാർ നിർത്തുന്നുണ്ടോ? ഓ, മനസ്സിലായി. ഞാൻ സംസാരിക്കുന്നില്ല, പോരെ? ആ, എന്താ വിജയ്, ഇവൻ എന്തായി പറയുന്നത്? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. അളിയനും പെങ്ങളും നേരത്തെ പോന്നോ എന്നൊരു വിശേഷം ചോദിച്ചു അല്ലേ അച്ഛാ? ആ അല്ലേ നന്ദിനി? ഏട്ടനോടെ ഞങ്ങളുടെ മുമ്പിലൊക്കെ നിന്ന് അഹങ്കരിക്കാൻ ഇവള് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എങ്ങനെ? അല്ല, ഇവളും മത്സരമൊക്കെ ജയിച്ചതാണല്ലോ. ഓ, അപ്പൊ പിന്നെ അതിന്റെ അഹങ്കാരമൊക്കെ പ്രതീക്ഷിക്കാലോ. ഓ, ആ, സത്യത്തിൽ സംഗതി മറിച്ച. വീട്ടിൽ ചെന്നാൽ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല, ഒരാളോടും അഹങ്കരിക്കാൻ പാടില്ല എന്ന് നന്ദിനിയാ എന്നോട് പറഞ്ഞത്. എന്നോട് വാക്കും മേടിച്ചിരുന്നു. പക്ഷേ ഇനിയിപ്പോ ആ വാക്ക് ഞാൻ തെറ്റിക്കുക. അഹങ്കരിച്ച എന്താ കുഴപ്പം? ആ, ആയിരങ്കണ്ണി ക്ഷേത്രത്തിലെ സുമംഗലി പൂജയില് വിജയിയാവോന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ആ, ദാ നിൽക്കുന്ന മത്സരത്തിൽ തോറ്റവര്. ചോദിച്ചു നോക്കി അറിയാൻ പറ്റും ആ മത്സരത്തിന്റെ ഫീൽ എന്താണെന്ന്. ആ, പിന്നെ വൈഷ്ണവി ദേവിയുടെ കൂടെ നന്ദിനി നൃത്തം ചെയ്തത്, ഓ, അത് ആയിരങ്കണ്ണി എന്നല്ല, ഈ സംസ്ഥാനം എന്നല്ല, ഇന്ത്യയിലെ തന്നെ ചുരുക്കം ചിലർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യ അല്ലേ നന്ദിനി? ആ ഭാഗ്യം എന്റെ ഭാര്യക്കുണ്ടതില് ചിലപ്പോ ഞാൻ അഹങ്കരിച്ചു എന്ന് വരും. ഇവിടെ ചിലപ്പോ തല കീഴായി നിൽക്കും, ചിലപ്പോ തുള്ളി ചാടുകയും ചെയ്യും. അതേ അങ്ങ് സഹിച്ചാ മതി. സൂര്യ, കാര്യങ്ങൾ അച്ഛൻ നേരിട്ട് കണ്ടാണല്ലോ. വെറുതെ വന്ന് കയറി എന്നെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിച്ചത്. അപ്പൊ ഞാൻ പറയാനുള്ളത് പറയും. ഈ നിൽക്കുന്ന നന്ദിനി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് കീഴടക്കിയ പെണ്ണ. സത്യത്തിൽ നീയൊക്കെ നന്ദിനിയെ കൈയെടുത്ത് കുമ്പിടണം, മനസ്സിലായ? ആ, പിന്നെ അച്ഛാ,
ഈ 1000 കണ്ണിയിലെ സുമംഗലി പൂജയിൽ വിജയിച്ചു കഴിഞ്ഞാ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. പറയട്ടെ, അടുത്ത വർഷവും അതിനടുത്ത വർഷവും ഒക്കെ സുമംഗലി പൂജ നടക്കുമ്പോ ഞങ്ങൾ അവിടെ ചെന്നേ പറ്റൂ. കാരണം എന്താന്ന് വെച്ചാ ഞങ്ങള് സുമംഗലി പൂജയിലെ സ്പെഷ്യൽ ഗസ്റ്റുകളാ. അതിന് നേരിട്ട് ക്ഷണിക്കാൻ ക്ഷേത്ര കമ്മിറ്റിക്കാർ വരും. അതില് ആർക്കും അസൂയ തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് കാണാനാടി ഇങ്ങനെ കൂട്ടം കൂടി നിക്കുന്നേ? കേറി പൊയ്ക്കൂടാ നിങ്ങക്ക്? അയ്യോ, അമ്മ പറയുന്നത് അനുസരിക്കും മക്കളെ. എല്ലേ സൂര്യ മതി. സത്യം പറഞ്ഞ നല്ലൊരു ബാൻഡ് സെറ്റും ഒരു വെടിക്കെട്ടൊക്കെ ഒരുക്കിയിട്ട് ഞെട്ടിക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു വെച്ചാ എനിക്ക്. പക്ഷേ നന്ദിന് സമ്മതിക്കണ്ടേ, ഇത്രയും വലിയൊരു വിജയം നേടിയിട്ടും ഇതിലും വിനയത്തോടെ സംസാരിക്കാനും പെരുമാറാനും നന്ദിനിക്ക് മാത്രമേ പറ്റൂ. മൈ ഗ്രേറ്റ് വൈഫ്. കമ്പനി മാനേജറെ ഫോൺ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നിട്ട് വിളിച്ചു ആനന്ദിനെ. ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു. ആ, ഇനിയിപ്പോ നിങ്ങൾ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഓ പിന്നെ ഇത്രയും ചീപ്പ് വേഷം കെട്ടലുകളൊന്നും കണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് എന്റെ കമ്പനിയും അതിന്റെ ഗൗരവമാണ് മുഖ്യം. ചെല്ല്.